അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മാഷാ അല്ലാഹ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളൊരു കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്നുണ്ടാക്കുന്ന കടി ഐറ്റംസുകൾ അടങ്ങിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കുറേ നീട്ടിപ്പരത്തി കൊണ്ടുപോയിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വിളിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ അവർക്ക് ഓരോരുത്തർക്കുള്ള സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഓരോരുത്തർക്കും പ്രചോദനം ഓരോ ദിവസം ചെല്ലുന്തോറും പ്രചോദനം ആവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തർ പിന്നെ ഓരോ ദിവസം ഇങ്ങനെ വിളിക്കുമ്പോഴാണ് കേട്ടോ നമുക്കിത് ഒത്തിരി ആളിലേക്ക് ഇത് എത്തുന്നുണ്ട്, അവർക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരമാവണുണ്ടെന്നത് മനസ്സിലാവണത്. അപ്പോൾ പല ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും പലയിടത്തും പല റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനെക്കുറിച്ച് പലർക്കും പല സംശയം കേട്ടോ. ഇത്ര കിലോ വെച്ച് എത്ര ഉണ്ടാവും, അതേപോലെ ഇത്ര ആൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സംശയം. അവർക്ക് ഇങ്ങനെ കൊടുക്കാനാണ്, സ്വന്തം വീട്ടിൽ ആളെ വിളിച്ചിട്ട് ഉള്ള പരിപാടിയാണ്. അങ്ങനെ പലർക്കും പലത്, അങ്ങനെ 2-3-4 പേര് ഇന്നലെ തന്നെ നമുക്ക് വിളിച്ചിട്ട് നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ഇതുവരെ നമ്മൾ ഉണ്ണിയപ്പത്തിന് അതേപോലെ കൽത്തപ്പം അങ്ങനെ പത്തിരി പൂവടത്തിൻ്റെയൊക്കെ സംശയങ്ങളും അതെങ്ങനെ തുടങ്ങണം, സംരംഭമായിട്ട് എങ്ങനെ തുടങ്ങണം, അങ്ങനെ പല സംശയങ്ങളും ഇനി. ഇപ്പം 2 ദിവസമായി ഞാൻ ചോറിൻ്റെ വീഡിയോ ഇടുന്നു. അതിന് കുറേ മുന്നേക്ക് നമ്മൾ ഇട്ടിക്കണം. അതൊന്നും നമ്മൾ വീഡിയോസൊന്നും അന്നൊന്നും ഇത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ലേനി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാണൽ തുടങ്ങിയപ്പോൾ മാഷാ അല്ലാഹ് എല്ലാവരും കുറച്ച് പേരൊക്കെ കാണൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പത്തിരി പൊരിയൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനി ഞാൻ തലേ ദിവസം കുറേ തേങ്ങ ചിരവിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തേങ്ങ ആകുമ്പോൾ വെളിച്ചെണ്ണ അപ്പോൾ അങ്ങനെ ഉറച്ച പോലെ ആവില്ലേ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇതായിക്കണേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് ലൂസായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് പഴനിറവും അതേപോലെ പൂവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തേങ്ങ ഉണ്ട് കേട്ടോ. അത് ഈ പാത്രത്തിലായിട്ട് അങ്ങനെ തോന്നാഞ്ഞിട്ടാണ്. വലിയൊരു പാത്രത്തേക്ക് ഇടുമ്പോൾ ഇത് കുറേ തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മളെ പഴനിറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 70 പഴനിറവും അതേപോലെ 75 പൂവടയാണ് കേട്ടോ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി എടുത്തു കൊടുത്തേക്കണേ. ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് പൊടിച്ചെടുക്കണമല്ലോ. നിങ്ങൾ കാണലുണ്ടല്ലോ നമ്മളെ വീഡിയോ. അപ്പോൾ കാണാത്തവർ പുതിയ കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന നമ്മളെ മുത്തുമണികളുണ്ട്, അവരോടല്ല, പുതിയതായിട്ട് കാണുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ പഴനിറവ് ഇതേപോലെ കുറേ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൽ ഇടലുണ്ട് അല്ലേ. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കുറച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഏലക്ക പൊടിയാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ പഞ്ചസാര, ബാക്കി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിരിക്കണേ. നമ്മളെ തേങ്ങയിലിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം പഴുത്ത പഴമാണ് കേട്ടോ. നമ്മൾ പഴനിറവ് ഉണ്ടാക്കുകയാണെങ്കിലും പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ പഴത്തിൻ്റെ തൊലി ഇങ്ങോട്ട് കട്ടി കുറഞ്ഞിട്ട് പഴം ഇങ്ങോട്ട് മധുരം കൂടുമല്ലോ. ആ ഒരു ഇതിലുള്ള പഴം കിട്ടണം നമുക്ക്. ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനത്തെ പഴം കിട്ടലില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മനസ്സിക്കൊരു തൃപ്തി ഉണ്ടാവില്ല, അറിയില്ലേ, അങ്ങനെ കേൾക്കാറ് കേട്ടോ. ചെറിയൊരു ശരിക്കും പഴുത്തിട്ടില്ലെങ്കിൽ ആ പഴം നമുക്ക് കഴിക്കുമ്പോൾ പുഴുങ്ങാനൊക്കെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ പഴംപൊരി ആണെങ്കിലും പഴനിറവ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ ആവണം. അപ്പം ചില ടൈമിൽ നമുക്ക് കിട്ടാത്തപ്പോൾ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പം മാവൊക്കെ ഞാൻ രാത്രി തന്നെ കൂട്ടി വെച്ചിന് കേട്ടോ. മാവ് കൂട്ടി വെച്ചിന്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമ്മളെ മാവൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി വെച്ചാണ്ട് കിടന്നത് ഇനി. അപ്പോൾ അതിക്ക് പഞ്ചസാരയും കുറച്ച് അപ്പസോഡയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റിൽ തന്നെയാണ്. അപ്പോൾ മാവിനൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ഞാൻ. കുറച്ച്
വെള്ളം കുറഞ്ഞ വെള്ളമൊക്കെ ഒതുക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. പഞ്ചസാര ഇട്ടതുകൊണ്ട് ഇനി കുറച്ച് പിന്നെ നമ്മളെ മാവ് അഴയാനും ചാൻസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം മിക്സ് ആക്കുന്നോ അത്രത്തോളം നമ്മളെ പഴംപൊരിൻ്റെ മാവ് നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി കിട്ടും കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. പഴംപൊരിൻ്റെ അതേ മാവ് തന്നെയാണ് നമ്മൾ പഴനിറവിനും അതേപോലെ സുഗീനുണ്ടാക്കുമ്പോൾ അതിനൊക്കെ എടുക്കുന്നത് ഈ പഴനിറവിൻ്റെ അതേ മാവ് തന്നെയാണ്. അപ്പോൾ അതേപോലെ കൈ വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിക്കണം വീഡിയോ, എന്നാലും ഞാൻ നല്ലോണം ശക്തിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മളെ പിന്നെ മാവിനെ അടിച്ചെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പഴം ഇങ്ങനെ മുക്കുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് കാരണം പഴംപൊരിയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ തീരെ കട്ടില്ലാതെ ഉണ്ടല്ലോ പഴംപൊരിക്കില്ലേ പഴം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ മുറിഞ്ഞിട്ടേക്ക് ചാടും കേട്ടോ. അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. പഴത്തിൻ്റെ മാവൊന്ന് ടൈറ്റ് കൂടിപ്പോയാൽ എന്താ അപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകണത് എന്നൊക്കെ കരുതും. പക്ഷേ അത് മാവ് ടൈറ്റായി പോകുന്നതുകൊണ്ടാണ്. മാവ് ലൂസായാൽ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. നമ്മളെ കലത്തപ്പവും പത്തിരിയൊക്കെ റെഡി ആയിക്കണ്. കലത്തപ്പമൊക്കെ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് പിന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ പത്തിരിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ കടിക്ക് കൊടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്കൂൾക്കുള്ള കടി ഉണ്ടാക്കുന്നത് കേട്ടോ. പൂവടി അതേപോലെ പഴനിറവും. അപ്പോൾ ഈ 75 പൂവടൻ്റെ കൂട്ടത്തിൽ നമ്മൾ കടിക്ക് കൊടുക്കണേ പൂവടയും കൂടെ അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ആ പറഞ്ഞ പഴം തന്നെ ഇന്ന് കിട്ടിയിരിക്കണം കേട്ടോ. പാകത്തെ പഴുപ്പിൽ പിന്നെ കറിയൊന്നും ചോദിക്കാത്ത നല്ലോണം പഴുപ്പ് കയറാത്ത പിന്നെ നല്ല ഒരു പഴം തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളെ പഴത്തിന് മുറിയണ രീതിയിലില്ല വരയരുത്. ഒരു തലക്കെന്ന് മറ്റേ തല വരെ മുട്ടാനും പാടില്ല. അപ്പോൾ അല്ലെങ്കിൽ പഴം കീറിപ്പോട്ടോ. നമ്മൾ തേങ്ങ ഇങ്ങനെ ശക്തിയായിട്ട് നിറക്കുമ്പോൾ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു വരച്ചിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉന്തി കൊടുക്കുമ്പോൾ അതൊരു ഹോളായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം നമ്മൾ ഒരു പൂവടിക്ക് ഇല്ലാത്ര തേങ്ങക്കയിൽ പിന്നെ കൊള്ളൂട്ടോ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഏലക്കേൻ്റെ ടേസ്റ്റും അതേപോലെ പഞ്ചസാരൻ്റെ ആ മധുരമൊക്കെ ഉണ്ട് കയറുമ്പോൾ നമ്മളെ പഴം നിറവ് നല്ല ടേസ്റ്റായി വരും കേട്ടോ അതിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പഴം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ കറുപ്പ് ചിലതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ശരിയാക്കുമ്പോൾ ആ കറുപ്പ് ഭാഗം ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ പോന്നാൽ പിന്നെ അതുകൊണ്ട് എടുത്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ നമ്മൾ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ സ്കൂൾക്കുള്ള കടികളൊക്കെ ഇനി നോമ്പൊക്കെ ആകുമ്പോൾ അതൊക്കെ നമ്മളെ പിന്നെ കടി ഉണ്ടാക്കലൊക്കെ ഒന്ന് നിർത്തി വെക്കും കേട്ടോ. നമ്മൾ നിർത്തി വെക്കും പറഞ്ഞാൽ സ്കൂളിലേക്കൊന്നും പിന്നെ കടയിക്കും സ്കൂൾക്കൊന്നും പിന്നെ കടി ഉണ്ടാവില്ല. പിന്നെ അല്ലാതെ നമുക്ക് ചുറ്റുപാട് നിന്ന് കിട്ടുന്ന ഓർഡറുകൾ ഉണ്ടാവും. സമൂസ കട്ട്ലറ്റ് അങ്ങനത്തെ കടികളൊക്കെ ആയിരിക്കും കേട്ടോ. കൊക്കവട അങ്ങനെയൊക്കെ ആയിക്കാരം നോമ്പായാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തേക്കണ്. ഇനി ഇത് ഓരോന്നും ഇതിന് തൊലി കളഞ്ഞിട്ട് നമ്മളെ മാവക്ക് ഇട്ട് വെക്കുകയാണ്. നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് ഇങ്ങനെ പൊളിച്ച് വെച്ചാൽ പഴം മുറിഞ്ഞ് പോവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൽ ഫുള്ളായിട്ട് നല്ല ടൈറ്റായിട്ട് തേങ്ങ ഇതൊന്ന് അരച്ച് വെച്ചതല്ലേ. അപ്പോൾ ഇത് വെല്ലം ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ മാവിലിട്ടുകൊണ്ട് ഓരോന്നും നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പഴം നിറവിനെ. എനിക്കിപ്പോൾ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ഇപ്പോൾ അത് ശീലമായിട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് മാവൊക്കെ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല ഈസി ആയിട്ടോ. ഇപ്പോൾ കയ്യുമ്പോൾ ഒന്നും ആവില്ല എന്നില്ല. ഗ്ലൗസ് കൊണ്ട് കേക്കിങ്ങാണ്ട് പിന്നെ നമ്മളെ ജനലിൽ എവിടെയെങ്കിലും ഇങ്ങനെ തോരയിടണ പോലെ ടൈമത്തെ വെള്ളം കൊണ്ട് ഒലിച്ച് പോവുകയും ചെയ്യും. നമ്മളെ കയ്യമ്മ ഒന്നും ആവില്ല. കൈ കേക്കിങ്ങാണ്ടൊന്നും ഇപ്പോൾ സമയം പോകണില്ല. മറ്റേത് പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൊടി നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പൊടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കുറേ സമയം പിന്നെ സുബഹിസ്കരിക്കാനൊക്കെ അതിങ്ങനെ കുതിർത്തി കളയണം കേട്ടോ. നമ്മൾ സുബഹിസ്കരിക്കണതിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മളെ കടികളൊക്കെ റെഡി ആവുമല്ലോ നേരത്തെ പിന്നെ പത്തിരി ഇതൊക്കെ. അപ്പോൾ അതിനിങ്ങോട്ട് കുഴച്ചിട്ട് പൊടി ഇങ്ങോട്ട് കയ്യുമ്പോൾ ഇങ്ങോട്ട് ഹാർഡായി ഇതായി നിൽക്കും കേട്ടോ. ഇപ്പോൾ ഗ്ലൗസ് ഇടുന്ന കാരണം ഇപ്പോൾ അത് ഒഴിവായി എന്നാട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ പഴനിറവൊക്കെ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തൊക്കെ ഒരുമിച്ച് വെന്തിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണതൊന്നും വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല കേട്ടോ മക്കളെ. അപ്പോൾ അതൊക്കെ പഴനിറവൊക്കെ റെഡി ആയിക്കണേ. ഞാൻ നമ്മളെ ഒരു ട്രേയിലും അതേപോലെ നമ്മളെ കൊട്ടയിലൊക്കെ ഇട്ട് വെച്ചിരിക്കണം നമ്മളെ പഴനിറവിനെ. ഇതൊരു ബോക്സിലാക്കി കൊടുക്കണം. നമുക്ക്
സ്കൂളിലേക്ക് കൊടുത്തേക്കണമെങ്കിൽ അതിൻ്റെ മുമ്പേ നമുക്ക് പൂവടയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് കൊടുത്തേക്കുക. രണ്ടും ഒരു സ്കൂൾക്കുള്ള കടി തന്നെയാണ്. അപ്പം ഒന്ന് പിന്നെ ഹൈസ്കൂൾക്ക് പഴനിറവും അതേപോലെ UPക്ക് പിന്നെ പൂവടയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂവടയ്ക്കുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. പൂവട അത് കടയ്ക്കുള്ളതും സ്കൂളിലേക്കുള്ളതുമാണ് കേട്ടോ. അപ്പോൾ പൂവടയും തന്നെ ഞാൻ എന്നും കാണിക്കണമല്ലേ കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ബോറടിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ലൈക്കാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.